വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. സൺഡേ സ്കൂൾ മതബോധന വാർഷിക പരീക്ഷ 6ാം ക്ലാസ്സിലെ ചോദ്യോത്തരങ്ങളാണ് വായിക്കുന്നത്. ഉയർപ്പ് തിരുനാളിന് ശേഷമുള്ള ഞായറാഴ്ചയെ വിളിക്കുന്ന പേരെന്ത്? പുതുഞായർ. രണ്ടാമത്തെ ചോദ്യം, പുതിയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥം വെളിപാട്. മൂന്നാമത്തെ ചോദ്യം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം ബലിയർപ്പണം. വിശുദ്ധ ജമ്മ ഗൽഗാനിയുടെ ജന്മസ്ഥലം കിമിലിനോസ്. ഉപപാഠത്തിലാണ് സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ്. ഏലിയ സ്ലീവ മൂശകാലത്തിലെ പ്രധാന തിരുനാൾ ഏത്? കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. മരിക്കേണ്ടി വന്നാലും ഗുരുവിനെ വിട്ടുപിരിയരുത് എന്നാഗ്രഹിക്കുന്ന ശിഷ്യൻ തോമസ് ലീഗ. റബോനി എന്ന ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം ഗുരു. വിശുദ്ധ ജമ്മ ഗൽഗാനിയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ പാപ്പ 12ാം പീസ് പാപ്പ. ഇരിങ്ങാലക്കുട രൂപത ദിനം സെപ്റ്റംബർ 10. വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പം. തോമസ് ലീഗ മുസരിസ്. ഏലിയ പ്രവാചകൻ. ശൂന്യമായ കല്ലറ ഈശോയുടെ ഉത്ഥാനം. യോന നിനവെ. ഉത്തിതനായ ഈശോയെ മറ്റു ശിഷ്യർ കണ്ടുവെന്നറിഞ്ഞപ്പോൾ തോമസ് ലീഗയുടെ പ്രതികരണം എന്തായിരുന്നു? ചാപ്റ്റർ 2 പേജ് നമ്പർ 75. ചാപ്റ്റർ 12 ആണ് കേട്ടോ. ചാപ്റ്റർ 12 പേജ് നമ്പർ 75. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ചർച്ചാ വിഷയം എന്തായിരുന്നു? ചാപ്റ്റർ 11 പേജ് നമ്പർ 69. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിനക്ക് വേണ്ടത്ര പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയവരോട് ജമ്മ പറഞ്ഞത് ഉപപാഠ പുസ്തകത്തിലാണ്. ആരാണ് പ്രവാചകന്മാർ? ഉപപാഠ പുസ്തകത്തിലാണ്. കൈത്താക്കാലത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. ചാപ്റ്റർ 14 പേജ് നമ്പർ 87. തിരുസഭയുടെ കൽപ്പനകൾ ഓരോ ക്രൈസ്തവന് പ്രേക്ഷിതനാണ് വിശദമാക്കുക. ചാപ്റ്റർ 13 പേജ് നമ്പർ 82. ഈശോ ക്ഷമിക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മാതൃക കാണിച്ചു തരികയും ചെയ്തു. ഈ കാണിച്ചു തന്ന മാതൃക എന്ത്? ഈശോയുടെ മാതൃക സ്വന്തമാക്കി നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളൊരു ക്ഷമിച്ചതിൻ്റെ അനുഭവം എഴുതുക. ചാപ്റ്റർ 9 പേജ് നമ്പർ 59 ആണ്. അതുപോലെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ ചർച്ചാ വിഷയം പേജ് നമ്പർ 69 നോക്കിയാൽ മതി കേട്ടോ. ചാപ്റ്റർ 7 ആണോ എന്നൊരു സംശയമുണ്ട്.